ബാക്ക് ടു മൈ ചാനൽ ആര്യൻ സൂപ്പേഴ്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു എനിക്കറിയൂടെ നമ്മൾ ബോട്ടിങ്ങിന് പോവാണ് കോട്ടയത്ത്. അപ്പോൾ ഇപ്പം സമയം കണ്ടില്ലേ ഗായ്സ്, 1:12 ആയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും എണീറ്റ് റെഡിയായി. 12 മണിക്ക് എണീറ്റില്ല റെഡി. ഇങ്ങനെയാണെങ്കിൽ നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബസ്സിൽ പോയിട്ട് കാണാം. ബൈ. അങ്ങനെ നമ്മളിപ്പോൾ കോട്ടയം മലരിക്കൽ ആമ്പൽ കുളത്ത് നിൽക്കുകയാണ്. ഇവിടെ മൊത്തം നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ബസ്സിലൊന്നും ഞാൻ മുട്ടിയില്ല, എൻ്റെ കുളം. നമുക്കിത് കാണാം ഗൈസ്. ഇവിടെ സൺറൈസ് ആയിട്ടില്ല. നമ്മൾ സൺറൈസിന് മുന്നേ എത്തി. ഇനി നമുക്കൊരു ബ്യൂട്ടിഫുൾ സൺറൈസ് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, ബസ്സിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ബസ് എത്തിയ ഉടനെ അവിടെ കിടന്നുണങ്ങി എനിക്ക് ഭയങ്കര ഉറക്കം തൂങ്ങിയിരിക്കുമായിരുന്നു. ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഉറക്കം തൂങ്ങിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ബസ്സിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. നമ്മൾ 5:50 കോട്ടയം ബസ് സ്റ്റാൻഡിൽ എന്നിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഒരു 8 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങനെ ഇവിടെ എത്തി ഗൈസ്. കണ്ടില്ലേ ഗൈസ് സൺറൈസ്? ഇത് കാഞ്ഞിരപ്പാടാണ് കേട്ടോ. കാഞ്ഞിരപ്പാടത്തെ പൂക്കളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പൂക്കൾ ഇവിടെ 9000 മീറ്റേഴ്സ് ഉണ്ട്. അപ്പം ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇവിടത്തെയൊക്കെ പൂക്കൾ കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഗൈസ്. സൺറൈസ് ഗൈസ്, കണ്ടില്ലേ ഗൈസ്? സണ്ണ് പൊങ്ങി വരുന്നു ഗൈസ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ സൺറൈസ് കാണുന്നത്. ഇങ്ങനെ ഒന്ന് നിന്നിട്ട് പൂക്കൾ നിറഞ്ഞെടുക്കുന്നു, നമ്മൾ ബോട്ടിലിരിക്കുന്നു, സൺറൈസ് അവിടെ നടക്കുന്നു. സെറ്റിനെ ഗൈസ്, കണ്ടില്ലേ ഗൈസ്? സൺറൈസ് സെറ്റാണ്. ഇതൊക്കെ ആസം സൺറൈസ് ആണ്. ഈ ആമ്പൽ പാടത്ത് ഇങ്ങനെ നിന്ന് ബോട്ടിലിരുന്ന് സൺറൈസ് കാണുമ്പോൾ വാ, നല്ല സൂപ്പറാണ്. ഇത് കണ്ടില്ലേ? ഞാനവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി വെയിൽ വന്നപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് അവിടെ കാണാൻ. എന്നാലും കൊള്ളാം. പക്ഷെ ഇച്ചിരി വെയിൽ വന്നപ്പോൾ സെറ്റായിട്ടിരിപ്പുണ്ട് ഗൈസ്. കണ്ടില്ലേ ഗൈസ്? നമ്മുടെ സൺറൈസ്. ഞാനിവിടെ എന്തൊക്കെയോ അങ്ങനെ നമ്മൾ കാഞ്ഞിരം പാടത്തുനിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ആൻറ്റി വെള്ളം നിറച്ച് പൂക്കൾ വെച്ചേക്കുന്നത് കണ്ടു. ഗൈസ്, ഇതാണ് മലരിക്കൽ പാടം. പാലത്തിന് താഴെ ഗുരുദേവ ക്ഷേത്രത്തിന്റെ അടുത്താണ് കേട്ടോ ഈ മലരിക്കൽ പാടം. ഗൈസ്, മലരിക്കൽ പാടം 800 ഏക്കേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് 600 ഏക്കേഴ്സ് മൊത്തം പൂക്കളാണ്. കാഞ്ഞിരം പാടം 9000 ഏക്കേഴ്സ് ഉണ്ട്. പക്ഷെ വളരെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ പൂക്കൾ. കാഞ്ഞിരം പാടം മാത്രം കണ്ടിട്ട് പോയത് ഗൈസ്, മലരിക്കൽ പാടം കൂടെ കാണാം. ഗൈസ്, എൻ്റെ ബാക്കി ഇരിക്കുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. ഞാൻ എൻ്റെ അച്ഛനെ ചപ്ചനാണ് ഗൈസ് വിളിക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ 7:30 കയറിയതാണ്. ഇപ്പോൾ 8 o'clock ആയി. ഒരു 3/4 മണിക്കൂർ യാത്ര ചെയ്ത് വന്നാൽ ഞാൻ ഏറ്റവും ഫ്രണ്ട് ടൈറ്റാനിക് അല്ലേ ബോട്ടാണ്, അങ്ങനെ പോകുന്ന പോലെ ഏറ്റവും ഫ്രണ്ട് ആ പൂവും പിടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പ ഞാൻ അറിയാതെ വീഡിയോ എടുത്തു. കഷ്ടപ്പാടിയാണ് ഗൈസ്. അവിടെ കുറേ ഉണ്ട്. ഞാൻ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ തൊട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു. അത് ഞാൻ അറിയാതെ ഓസിന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഞാൻ അറിഞ്ഞു വെച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളിതേ ആ ഇടയ്ക്ക് കൂടെയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ പോവാണ് ഗൈസ്. കണ്ടില്ലേ ഗൈസ്? ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നെ വീഡിയോ എടുക്കുമായിരുന്നല്ലോ. ഞാനവിടെ ഇങ്ങനെ തൊട്ടിരിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ തൊട്ടിരിക്കുകയാണ് ഗൈസ്.
ടോട്ടൽ 800 ഏക്കേഴ്സിലും 600 ഏക്കേഴ്സും മൊത്തവും ഫ്ലവർ നിറഞ്ഞ് കിടക്കാണ് ഗൈസ്. നമ്മളപ്പോൾ അതിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. ആ കര കണ്ടില്ലേ ഗൈസ്, അത്രയും ദൂരം നമ്മളങ്ങനെ തുഴഞ്ഞു വന്നതാണ്. നല്ല ദൂരം ഉണ്ടായിരുന്നു ഗൈസ്. നമുക്ക് ഒരു നല്ല അങ്കിളിനെ കിട്ടി, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഗൈസ്. അങ്കിളായിരുന്നു നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ദേ കണ്ടില്ലേ, മൊത്തവും ഇങ്ങനെ നിറഞ്ഞു കിടക്കാണ് ഗൈസ്. നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ, ബോട്ട് തിരിക്കാണ്. അങ്ങനെ കുറേ നേരം ട്രാവൽ ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. ഇപ്പോൾ സണ്ണ് ഭയങ്കര ചൂടാണ് കേട്ടോ. 8 o'clock ആണ്. ഇവിടെ വന്നായിരുന്നു നമുക്ക് സൺറൈസ് കാണാനുള്ളത് ഗൈസ്. കണ്ടില്ലേ ഗൈസ്, നിറഞ്ഞു കിടക്കുന്നു. നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതൊരു നെൽപ്പാടമാണ്. ആമ്പൽ പൂക്കളുടെ സീസൺ കഴിയാതെ നമ്മൾ പൂക്കളുടെ അടുത്ത് നിന്നും അങ്കിളുടെ അടുത്ത് നിന്നും ചാച്ചാ ബൈ ബൈ പറഞ്ഞു വരികയാണ്. അടുത്ത വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നമ്മളിവിടെ വരും. ജൂലൈ പകുതിയൊക്കെ ആകുമ്പോൾ പൂക്കൾ വിരിഞ്ഞുണയാൻ തുടങ്ങും കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്കും ഇത് വന്ന് കാണണമെങ്കിൽ അടുത്ത വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ വരിക ഗൈസ്. ഇതാണ് മരളിക്കൽ ഗുരുദേവ ക്ഷേത്രം. ഇതിൻ്റെ അടുത്താണ് ഈ ആമ്പൽക്കുളം. ഇവിടെയാണ് നിങ്ങൾ കാണേണ്ടത്, കാരണം ഇവിടെയാണ് കുറേ ആമ്പൽ ഉള്ളത്. മറ്റേ ഇച്ചിരി ഉണ്ട്, ഇവിടെ നല്ല ഉണ്ട്. നിങ്ങൾ ഇവിടെ വേണം കേട്ടോ ഗൈസ് വരെ. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്. ബൈ ബൈ.